ഇന്ന് നമ്മൾ ഇളനീരും കൊണ്ട് നല്ലൊരു പുഡിങ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു ഇളനീൻ എടുത്തിട്ടുണ്ട്. നല്ല വെള്ളമുള്ള ഇളനീനാണിത്. ഇത് നമുക്ക് ചെത്തിയിട്ട് വെള്ളവും കാമ്പും കൂടി തരംതിരിച്ച് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഇളനീൻ്റെ മൂക്കൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളവും പൾപ്പും നമ്മൾ മാറ്റി എടുക്കാം. കത്തി കൊണ്ടൊന്നും ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. അപ്പം നമുക്ക് അതിൻ്റെ ഇളനീൻ വെള്ളം കിട്ടും. ചെന്തെങ്ങിൻ്റെ ഇളനീനാണ് അത്, കാരണം നല്ലോണം വെള്ളമുണ്ട്, നല്ല ടേസ്റ്റുള്ള ഇളനീനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ പൾപ്പ് എടുത്ത് കൊണ്ടുവരാം. നമ്മൾ ഇളനീൻ നടി വെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ നല്ല അധികം മൂക്കാത്ത ഇളനീനാണ്, കണ്ടില്ലേ, ഇതുപോലത്തെ. ഇതാണ് നമ്മുടെ പൾപ്പ്. നമ്മുടെ ഇളനീൻ പൾപ്പ്. ഇത് നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ നല്ലോണം ചെറിയ ജാറിൽ വെച്ച് നല്ലോണം അരച്ചെടുത്ത് ഇളനീൻ പൾപ്പാണത്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇളനീൻ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ഒരു പാത്രം എടുത്ത് നമുക്ക് ഇതിൽ നമ്മുടെ ഇളനീൻ വെള്ളവും 1/2 ടേബിൾ സ്പൂൺ അഗർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കാം. ഇതാണ് അഗർ എന്ന് പറഞ്ഞത്, ഈ ഒരു പൊടി. അല്ലെങ്കിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഉപയോഗിച്ചെടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു കയ്യിലെടുത്ത് കട്ട കുത്താണ്ട് ഇളക്കി ഒന്ന് ചൂടാക്കി വയ്ക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒപ്പം നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കാം. ജെലാറ്റിനും ചൈന ഗ്രാസൊക്കെ ആണെന്ന് നമ്മൾ വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ കുതിർക്കാൻ വെച്ച് ഇങ്ങനെ ഇളക്കി നിൽക്കണം. ഗറഗറാകുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അഗറഗർ. ചെറിയ ഒരു ചൂട് മതി. കുറച്ച് ചൂടായതുകൊണ്ട് അത്ര ചൂടിൻ്റെ ആവശ്യമുള്ളത് മാറ്റി നമുക്ക് വേറൊരു പാനിൽ പാല് തിളപ്പിക്കാൻ വയ്ക്കാം. 1 കപ്പ് പാല്, 1 കപ്പ് പാലാണ് നമ്മൾ എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചുള്ളത്. അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കണില്ല, നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കണം. കണ്ടൻസ് മിൽക്ക് ഇല്ലാത്ത കാരണം നമ്മൾ അധികം പഞ്ചസാര ചേർക്കണം. പുഡിങ് ആയ കാരണമാണ് ഞാൻ ഇപ്പോൾ അധികം ചേർത്തുള്ളത്. ഇതിപ്പോൾ നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര ഒന്ന് അലിഞ്ഞു ചേരും. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ അതിൻ്റെ പാലിൻ്റെ കളറ് മാറും, നല്ല വൈറ്റ് കളറുള്ളത് മാറും. അതാണ് ഞാൻ പഞ്ചസാരയാണ് ചേർത്തത്. പഞ്ചസാര അലിഞ്ഞുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ഇളനീൻ്റെ കാമ്പും കൂടി ചേർത്ത് യോജിപ്പിക്കാം. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ ഇളനീൻ പുഡിങ്ങിന് ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ കട്ടയൊക്കെ ഒന്ന് വിട്ടോളും. കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് ചേർന്നാലേ ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ കിട്ടും പുഡിങ്ങിൽ. നല്ല തീയായി തന്നെ പെട്ടെന്നാവുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അലിയിച്ച് വെച്ച അഗറും ഇളനീൻ വെള്ളം കൂടി യോജിപ്പിച്ച മിശ്രം അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർക്കാതിരിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റും മണം കൂടി കിട്ടും. 1 സ്പൂൺ വാനില എസൻസ്. അപ്പോൾ പുഡിങ്ങിന് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചൂടായാൽ മതി. വല്ലാണ്ട് അഗറായ കാരണം തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നോർമൽ ടെമ്പറേച്ചർ ആകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയത്തെ തട്ടിൽ വെച്ചാൽ മതി. ഇതൊന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ സെറ്റായിക്കോളും. നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്. ഫ്രീസറിൽ വെക്കേണ്ട, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച നമ്മുടെ പുഡിങ്ങാണത്, ഇളനീൻ പുഡിങ്. ഇത് നമുക്കൊരു ഡിഷിലേക്ക് പകർത്താം. ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ നല്ല കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക്
ഇപ്പോൾ നമ്മുടെ ഇളനീർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്, സോഫ്റ്റായ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.